പുരുഷന്മാർക്ക് എങ്ങനെ പ്രചോദനം ലഭിക്കുന്നു, അവർക്ക് എങ്ങനെ മോട്ടിവേഷൻ ലഭിക്കുന്നു എന്നതിന് ശക്തമായ എന്തോ ഒന്ന് ഉണ്ട്. ചരിത്രത്തിലുടനീളം പുരുഷന്മാർ മെച്ചപ്പെട്ടവരാകാനും ജീവിതം കെട്ടിപ്പടുക്കാനും ഉയരാനും സ്വയം കഴിവ് തെളിയിക്കാനും സ്ത്രീ സൗന്ദര്യത്തിൻ്റെയും കൃപയുടെയും അംഗീകാരത്തിൻ്റെയും ഒരു ആദർശത്തെ ഇന്ധനമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു ദിവസം അവൻ ആദ്യമായി തൻ്റെ ഹൃദയം കവരുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ എന്തോ മാറ്റം സംഭവിക്കുന്നു. അവൻ ഉയർന്നു നിൽക്കുന്നു. മറ്റുള്ളവരിൽ മതിപ്പുളവാക്കാൻ അഥവാ ഇംപ്രസ് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ധൈര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടവൻ ആകാൻ ആഗ്രഹിക്കുന്നു. ഈ സഹജാവബോധം പുരാതനമാണ്. പ്രകൃതിയിൽ ആൺപക്ഷി മനോഹരമായ ഒരു കൂട് പണിയുന്നത് അത് അവന് ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് പെൺപക്ഷിയെ ആകർഷിക്കാനും മതിപ്പുളവാക്കാനും വേണ്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആൺമയിൽ പീലി വിടർത്തിയാടുന്നത്? അത് പെൺമയിലിനെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ? യോഗ്യമായ എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള ആ ആഗ്രഹം പുരുഷ മനഃശാസ്ത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഒരു പുരുഷൻ തൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയിൽ തന്നേക്കാൾ ഉയർന്ന ഒന്നിന് യോഗ്യനാകാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ധീരതയുടെ അടിസ്ഥാനം, ഇതാണ് അഭിലാഷത്തിൻ്റെ അടിസ്ഥാനം, ഇതാണ് സ്വയം മെച്ചപ്പെടുത്തലിൻ്റെ അടിസ്ഥാനം. എന്നാൽ അവരുടെ മനസ്സിൽ ഒരു പ്രശ്നം മറഞ്ഞിരിക്കുന്നു. പല യുവാക്കളും സ്ത്രീകളെ വളരെയധികം ഭയപ്പെടുന്നത് അവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, മറിച്ച് നിരസിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ്. അവർ കൂടുതൽ ആകർഷിക്കപ്പെടുന്തോറും ഭയം ശക്തമാകും. അതൊരു വേദനാജനകമായ വിരോധാഭാസമാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്ന വ്യക്തി നിങ്ങളുടെ അഹങ്കാരത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയുമാണ്. ആ ഭയം ഒരു പുരുഷനെ തളർത്തും. അവൻ അമിതമായി ചിന്തിക്കുന്നു, അവൻ വിചിത്രമായി പെരുമാറുന്നു, അവൻ തെറ്റായ കാര്യങ്ങൾ പറയുന്നു, അവൻ മരവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവൻ തൻ്റെ മുന്നിലുള്ള യഥാർത്ഥ സ്ത്രീയെ കാണുന്നില്ല. അയാൾ ഒരു ആദർശത്തെ കാണുന്നു. അയാളുടെ മനസ്സിൽ ഒരു പൂർണ്ണമായ പ്രതിച്ഛായ ഉണ്ടാക്കുന്നു, മുൻവിധിയുടെ പ്രതീകം. അവൻ പാലിക്കണമെന്ന് തോന്നുന്ന ഒരു നിലവാരം സൃഷ്ടിക്കുന്നു. ശക്തമായ ഒരു സത്യം ഇതാണ്: ഒരു ആദർശവുമായി ഒരു യഥാർത്ഥ ബന്ധവും നിലനിൽക്കില്ല. ഒരു പുരുഷന് ഒരു യഥാർത്ഥ ബന്ധം കെട്ടിപ്പടുക്കണമെങ്കിൽ അയാൾ ഫാൻറ്റസി ഉപേക്ഷിക്കണം. അയാൾ തൻ്റെ തലയിലെ പൂർണ്ണമായ സാങ്കല്പിക സ്ത്രീയെ ത്യജിക്കുകയും തൻ്റെ മുന്നിലുള്ള യഥാർത്ഥ വ്യക്തിയെ കാണാൻ പഠിക്കുകയും വേണം. അതിന് ധൈര്യം ആവശ്യമാണ്. അതിനർത്ഥം അവളിലും തന്നിലുമുള്ള അപൂർണതയെ അംഗീകരിക്കുക എന്നതാണ്. ഇതാണ് യഥാർത്ഥ നായകൻ്റെ യാത്ര. നായകൻ രാജകുമാരിയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് അയാൾ പാമ്പിനെ നേരിടണം. പലപ്പോഴും ആ മഹാസർപ്പം ഭയമാണ്. നിരസിക്കപ്പെടുമോ എന്ന ഭയം, അപമാനിക്കപ്പെടുമോ എന്ന ഭയം, ഞാൻ യോഗ്യനാണോ അല്ലെങ്കിൽ അനുയോജ്യനാണോ എന്ന ഭയം. എന്നാൽ ഭയത്തെ പരാജയപ്പെടുത്താനുള്ള ഒരേ ഒരു മാർഗം അതിനെ നേരിടുക എന്നതാണ്. ചില ശക്തമായ വ്യക്തിത്വ വികസന ഗ്രൂപ്പുകൾ ഒരു ലളിതമായ വ്യായാമം പഠിപ്പിക്കുന്നു. പുറത്തുപോയി ഒരു ദിവസം തന്നെ നിരവധി സ്ത്രീകളോട് ബഹുമാനപൂർവ്വം അവരുടെ ഫോൺ നമ്പറുകൾ ചോദിക്കുക. വഞ്ചന കാണിക്കരുത്, കള്ളക്കളികൾ കളിക്കരുത്, മറിച്ച് നിരസിക്കലിനെ നേരിടുക. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ആവർത്തിച്ച് നിരസിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ മേലുള്ള ശക്തി നഷ്ടപ്പെടുത്തുന്നു. നേരിടുമ്പോൾ ഭയം മങ്ങുന്നു. എല്ലാത്തിനെയും നേരിടുക എന്നതല്ല ലക്ഷ്യം, തളർന്നു പോകുന്നത് നിർത്തുക എന്നതാണ് ലക്ഷ്യം. ഒരു പുരുഷൻ നിരസിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നത് നിർത്തുമ്പോൾ അവൻ സ്വതന്ത്രനാകുന്നു. സത്യസന്ധമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വയം മെച്ചപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം, അസാധ്യമായ ആദർശങ്ങളെ ആരാധിക്കുന്നതിനു പകരം യഥാർത്ഥ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആഴമേറിയ ഒരു പാഠം ഇതാ: വികാരരഹിതനാകാതിരിക്കുക എന്നതാണ് ശക്തി. വികാരങ്ങൾക്കിടയിലും ശക്തി ധൈര്യമായി മാറുന്നു. പക്വതയുള്ള മനുഷ്യൻ ഫാൻറ്റസിക്ക് മുന്നിൽ മുട്ടുകുത്തുന്നില്ല,
അവൻ സ്വയം ഒരു യഥാർത്ഥ വ്യക്തിയായി മാറുകയും ഒരു യഥാർത്ഥ വ്യക്തിയുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു. അതാണ് വളർച്ച, അതാണ് ശക്തി, അതാണ് പരിവർത്തനം. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.